ദൈവത്തിൻ്റെ സ്നേഹവും കരുതലുമൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാവുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാ സ്നേഹം? എന്തുകൊണ്ട് ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ കൃപ എന്തുകൊണ്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനായി സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവം വഴി നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നൊരനുഭവത്തിൽ എനിക്ക് മുന്നോട്ട് നീങ്ങാനായി സാധിക്കുന്നില്ല? ഈ ഒരു ചോദ്യത്തിന്റെ മറുപടി പോലെ യെശയ്യായുടെ പുസ്തകത്തിലെ 59-ാം അധ്യായത്തിലെ ആദ്യത്തെ തിരുവചനങ്ങൾ പങ്കുവെച്ച് ഞാൻ തുടങ്ങുകയാണ്. നമുക്കൊക്കെയും അറിയാവുന്നൊരു തിരുവചനമാണത്. ഈ വചനത്തിലാണ് നാം ഇങ്ങനെ വായിക്കുന്നത്: രക്ഷിക്കാനാകാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിങ്ങളെ കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അടുത്ത വചനം ശ്രദ്ധിക്കണം. എന്നാൽ നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. ദൈവത്തിൻ്റെ മുഖം നിങ്ങളിൽ നിന്ന് മറച്ചിരിക്കുന്നു. നിന്റെ പാപങ്ങൾ, നിന്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നു. നീ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കില്ല. നീ നിലവിളിച്ചാൽ ആ നിലവിളി നിന്റെ ദൈവത്തിൻ്റെ പക്കലെത്തില്ല. നീ പാപത്തിൻ്റെ വഴിയെ മുന്നോട്ട് നീങ്ങുന്നു. സഹോദരങ്ങളെ, തിരുവചനം ഈ മണിക്കൂറിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ അവസ്ഥകൾ നമ്മെ ദൈവത്തിൽ നിന്നകറ്റുന്നു, ദൈവകൃപയിൽ നിന്നകറ്റുന്നു. നമ്മുടെ നിലവിളികളും നമ്മുടെ യാചനകളും ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ട് ജീവിതത്തിലെ പാപത്തിൻ്റെ അവസ്ഥകൾ നിൽക്കുന്നു. ഞാൻ പാപത്തെക്കുറിച്ച് ദീർഘമായിട്ടൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചുരുങ്ങിയ നേരം മാത്രം തിരുവചനങ്ങൾ നിങ്ങൾക്ക് പങ്കുവെച്ചു തരുമ്പോൾ ഞാൻ ഇത്രയും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവകൃപയിൽ നിന്ന് അകന്നു പോകുന്ന പാപത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്. പ്രിയ സഹോദരങ്ങളെ, പാപത്തിൻ്റെ അവസ്ഥ ദൈവത്തിൻ്റെ സ്വരത്തെ നാം അവഗണിച്ച് നീങ്ങുമ്പോൾ സംഭവിക്കുന്ന വീഴ്ചകളാണ്. ആദ്യ പാപം അതായിരുന്നല്ലോ. പറുദീസായിൽ സംഭവിച്ച മനുഷ്യന്റെ ആദ്യത്തെ വീഴ്ച. ദൈവസ്വരത്തെ അവൻ അവഗണിച്ചു. തിന്മയുടെ സ്വരം കേൾക്കാനായി പോയി. ജീവിതത്തിലെ ഓരോ പാപവും ദൈവത്തിൻ്റെ സ്വരത്തെ അവഗണിച്ച് തിന്മയുടെ സ്വരം കേൾക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങളാണ്, ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ സ്വരം അവഗണിച്ച് പാപത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങളും ഞാനും വീഴുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ പാപം നമ്മെ ദൈവത്തിൽ നിന്നകറ്റും, ദൈവകൃപയിൽ നിന്നകറ്റും. നമ്മുടെ പാപം നമ്മിൽ നിന്നകറ്റും. നിരാശയിലേക്ക്, കുറ്റബോധത്തിലേക്കൊക്കെ പാപം നമ്മെ തള്ളിയിടും. നമ്മുടെ പാപം നമ്മെ നമ്മുടെ സഹോദരങ്ങളിൽ നിന്നകറ്റും. കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും അസ്വസ്ഥതകൾ പാപം വരുത്തും. നമ്മുടെ പാപം നമ്മെ ഈ പ്രകൃതിയിൽ നിന്നുപോലും അകറ്റും. നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ പരിശ്രമങ്ങളും വിജയിക്കില്ല. ദൈവത്തിൻ്റെ കൃപ പാപത്തിൻ്റെ അവസ്ഥയിൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഞാൻ ഈ സൂചിപ്പിച്ചതെല്ലാം നമുക്ക് ധ്യാനിക്കാവുന്ന ഒരു തിരുവചനം മിക്കായുടെ പ്രവചനത്തിലുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഒരു കുറച്ചു നേരം പോട്ടയിലെ ഞങ്ങളുടെ പള്ളിയിലിരുന്ന് ഈ മണിക്കൂറിൽ നിങ്ങളോട് സംസാരിക്കേണ്ട വചനങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വേഗം വന്നൊരു തിരുവചനം മിക്കായുടെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ 13-14 തിരുവചനങ്ങളാണ്. നാം അവിടെ ഇങ്ങനെ വായിക്കും: സഹോദരങ്ങളെ, നിന്റെ പാപം നിമിത്തം നിന്നെ ഞാൻ വിജനമാക്കും. ദൈവത്തിൻ്റെ സ്വരമാണത്. നിന്റെ പാപം നിമിത്തം നിന്നെ ഞാൻ കൈവിടും, നിന്നെ ഞാൻ വിജനമാക്കും. നീ ഭക്ഷിക്കും, നിന്റെ വിശപ്പൊരിക്കലും തീരില്ല. നീ സമ്പാദിക്കും, നീ അധ്വാനിക്കും, നിനക്ക് യാതൊന്നും മിച്ചം വെക്കാൻ ഒക്കില്ല. നീ വിതയ്ക്കും, നിനക്ക് കൊയ്യാൻ സാധിക്കില്ല. നീ മുന്തിരി പിഴിയും, നിനക്ക് വീഞ്ഞു കുടിക്കാൻ കിട്ടില്ല. നീ ഒലിവാട്ടും, നിനക്ക് എണ്ണ ശേഖരിക്കാൻ ഒക്കില്ല. കാരണം നീ ദൈവത്തെ മറന്ന് പാപത്തിന്റെ വഴിയെ നീങ്ങുന്നൊരു വ്യക്തിയാണ്.
നിന്റെ പാപം നിമിത്തം നിന്നെ ഞാൻ വിജനമാക്കും. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന എന്റെ പക്കലെത്തില്ല. നീ അധ്വാനിക്കും, നീ അധ്വാനിച്ചാൽ യാതൊന്നും നിനക്ക് മിച്ചം വെക്കാൻ ഒക്കില്ല. നീ ഭക്ഷിക്കും, നീ എത്ര ഭക്ഷിച്ചാലും നിന്റെ ഉദരത്തിലെ വിശപ്പ് തീരില്ല. നീ ദൈവത്തിന്റെ സ്വരത്തെ അവഗണിച്ച് തിന്മയുടെ സ്വരം കേട്ട് തിന്മയുടെ വഴിയെ പോവുകയാണ്. രണ്ടാമതൊരു വചനം കൂടി എൻ്റെ മനസ്സിലോട്ട് ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചിരിക്കെ വന്നത് സംഖ്യയുടെ പുസ്തകത്തിലെ 32-ാം അധ്യായത്തിലെ 23-ാമത്തെ തിരുവചനം. ഒരു മുന്നറിയിപ്പ് പോലെ ദൈവം അരുളി ചെയ്യുന്നൊരു തിരുവചനം. നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന് നീ ഓർത്തുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ പാപം നിന്നെ തകർത്തുകളയുമെന്നും മുറിപ്പെടുത്തുമെന്നും നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്നും നീ ഓർത്തുകൊള്ളുക. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, പാപത്തിന്റെ വഴികളിലോട്ടൊന്നും ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. ഈ മണിക്കൂറിൽ ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രിയ മാതാപിതാക്കളെയും എന്റെ പ്രിയ സഹോദരങ്ങളെയും ഈ മണിക്കൂറിൽ ദൈവകൃപയിൽ നിന്ന് നിങ്ങൾ അകന്നുപോയ വഴികൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊള്ളുമെന്ന വിശ്വാസത്തോടെയാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, പാപം നിയമലംഘനമാണ് എന്ന്. നിയമലംഘനമാണ് പാപം. ദൈവത്തിന്റെ മക്കളാണ് നാം. ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി നിങ്ങളും ഞാനും ജീവിക്കുമ്പം നാം നടക്കേണ്ട ദൈവത്തിന്റെ വഴികളുണ്ട്. നാം പാലിക്കേണ്ട ദൈവത്തിന്റെ നിയമങ്ങളുണ്ട്. നാം സ്വീകരിക്കേണ്ട, അംഗീകരിക്കേണ്ട ദൈവിക സംവിധാനങ്ങളുണ്ട്. ദൈവം അനുവദിക്കാത്ത സുഖം തേടിപ്പോകുന്നു, പാപത്തിൽ നാം വീഴുന്നു. ദൈവം അനുവദിക്കാത്ത വഴിയിലൂടെ നാം സഞ്ചരിക്കുന്നു, പാപത്തിൽ നാം വീഴുന്നു. ദൈവം അനുവദിക്കാത്ത വ്യക്തിബന്ധങ്ങളുടെ പിന്നാലെ നാം പോകുന്നു, പാപത്തിൽ നാം വീഴുന്നു. ദൈവം അനുവദിക്കാത്ത വിധത്തിൽ വസ്തുവകകളും സമ്പത്തും നേടിയെടുക്കാൻ വേണ്ടി നാം ശ്രമിക്കുന്നു, പാപത്തിൽ നാം വീഴുന്നു. ദൈവകൃപയിൽ നിന്ന് നാം അകലുന്നു. അതാണ് തിരുവചനം ഓർമ്മിപ്പിക്കുക, പാപം നിയമലംഘനമാണ്. റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി മണിക്കൂറിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, സ്നേഹമാണ് നിയമങ്ങളുടെ പൂർത്തീകരണം. ആദ്യ വചനം പറയുന്നു നിയമലംഘനമാണ് പാപം. റോമാലേഖനത്തിലെ തിരുവചനം പഠിപ്പിക്കുന്നു സ്നേഹമാണ് നിയമങ്ങളുടെ പൂർത്തീകരണം. 2 തിരുവചനങ്ങളും കൂടി ചേർത്ത് വെച്ചാൽ നമുക്ക് തെറ്റുകൂടാതെ ഇങ്ങനെ മനസ്സിലാക്കാമല്ലോ, ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെടുത്തി കളയുന്ന ഓരോ പാപവും സ്നേഹ നിയമങ്ങളുടെ ലംഘനമാണ്. സ്നേഹ നിയമങ്ങളിൽ നാം വരുത്തുന്ന വീഴ്ചയാണ്. 3 തലങ്ങളിൽ ഈ കൺവെൻഷനിൽ നിങ്ങൾ ഈ ഒരു കാര്യം വിലയിരുത്തണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവവുമായുള്ള എൻ്റെ സ്നേഹബന്ധം അതെവിടെ നിൽക്കുന്നു? അതിൽ കുറവുകൾ വന്നിട്ടുണ്ടോ? എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഈ ജെറുസലേമിൽ വന്ന് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ദൈവത്തെ സ്നേഹിച്ചുകൊള്ളാം, ഇനി മുന്നോട്ട് ജീവിച്ചുകൊള്ളാം എന്നൊക്കെ ദൈവത്തിന് മുമ്പിൽ വാക്കുകൊടുത്തവരും തീരുമാനമെടുത്തവരും ഈ ജെറുസലേമിനോട് ചേർന്ന് നിന്ന് നിങ്ങളുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമാണ്. ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അപാകതകളും പാളിച്ചകളും ഈ നാളുകളിൽ സംഭവിച്ചു പോയിട്ടുണ്ടോ എന്ന് ഈ കൺവെൻഷന്റെ 2-ാം ദിവസം എൻ്റെ പ്രിയപ്പെട്ടവര് വിലയിരുത്തണം. നമ്മോട് തന്നെയുള്ള ബന്ധം, നമ്മോടുള്ള ബന്ധം അപാകതകൾ വരുന്നുണ്ടോ, വീഴ്ചകൾ വരുന്നുണ്ടോ? ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുമാറ് പാപകരമായ വിധത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ നമ്മിലേക്ക് തിരിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിയുമ്പോൾ, നമ്മുടെ ആത്മാവിലേക്ക് തിരിയുമ്പോൾ, നമ്മുടെ മനസ്സിലേക്ക് തിരിയുമ്പോൾ വന്നു പോകുന്നുണ്ടോ? ഒരു ജീവിത പരിശോധന കൺവെൻഷന്റെ 2-ാം ദിവസം എൻ്റെ പ്രിയപ്പെട്ടവര് നടത്തണം. നമ്മുടെ സഹോദരങ്ങളുമായുള്ള നമ്മുടെ സ്നേഹബന്ധം അതും ഇന്ന് വിലയിരുത്തണം. അപാകതകൾ തിരുത്തി ദൈവകൃപയുടെ അഭിഷേകത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ഈ 2-ാം ദിവസം കൺവെൻഷനിൽ നമുക്ക് കടന്നു വരാനായിട്ട് പരിശ്രമിക്കാം. ഈ ജീവിത പരിശോധനയ്ക്ക് വേണ്ടി നിങ്ങളെ ഞാൻ ഈ മണിക്കൂറിൽ ക്ഷണിക്കുമ്പം പങ്കുവെച്ചു തരുന്ന തിരുവചനം വിലാപങ്ങളുടെ ഗ്രന്ഥത്തിലെ 3-ാം അധ്യായത്തിലെ 40-ഉം
41 തിരുവചനങ്ങൾ. വിലാപങ്ങളുടെ ഗ്രന്ഥത്തിലെ 3-ാം അധ്യായത്തിലെ 40-ഉം 41 തിരുവചനങ്ങൾ. ഇങ്ങനെയാണ് നാം അവിടെ കാണുന്നത്. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും ദൈവത്തിങ്കലേക്ക് തിരിയുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ മനസ്സും നമുക്ക് നമ്മുടെ ഹൃദയവും നമുക്ക് നമ്മുടെ കരങ്ങളും നമ്മുടെ ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ശ്രദ്ധയോടെ നിങ്ങൾ സ്വീകരിക്കണം, ധ്യാനിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്ക് നമ്മുടെ വഴികൾ. അതേ കൺവെൻഷന്റെ 2-ാം ദിവസം ഈ ആദ്യ മണിക്കൂറിൽ നമ്മിലേക്ക് മാത്രം നോക്കുക. നാം നടന്ന വഴികൾ, നമ്മുടെ ജീവിതം അത് മാത്രം വിലയിരുത്തുക. മറ്റുള്ളവരിലേക്ക് ഈ മണിക്കൂറിൽ നിങ്ങൾ തിരിയരുത്. പ്രിയ സഹോദരങ്ങളെ, നാം നടന്ന വഴികൾ അതുതന്നെ കൃത്യമായിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പ്രയാസമായിരിക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ടും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലോട്ടും അവര് നടന്ന വഴികളിലോട്ടുമൊക്കെ നാം ഇന്ന് നോക്കിയാൽ നമ്മുടെ ജീവിത പരിശോധന എങ്ങും എത്തില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കാം. എന്നിട്ട് നമ്മുടെ ഹൃദയവും നമ്മുടെ കൈകളും നമ്മുടെ ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്താം. വീഴ്ചകൾ വന്നുപോയെങ്കിൽ അനുതപിക്കുന്ന ഒരു മനസ്സോടെ, കണ്ണുനീരോടെ നമുക്ക് ഈ മണിക്കൂറിൽ കൺവെൻഷന്റെ 2-ാം ദിവസം നമ്മുടെ ഹൃദയവും നമ്മുടെ കൈകളും പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവത്തിന്റെ പക്കലേക്ക് നമുക്കുയർത്താം. സൂക്ഷ്മമായി ഒരു ജീവിത പരിശോധന ഈ മണിക്കൂറിൽ എൻ്റെ പ്രിയപ്പെട്ടവർ നടത്തുമ്പം 2 കാര്യങ്ങൾ എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്: ദയവ് ചെയ്തൊരാളും കുറവുകൾ കാണും. ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ പരിശുദ്ധാത്മാവ് ഈ നേരത്ത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ദയവ് ചെയ്തൊരാളും ജീവിതത്തിന്റെ കുറവുകളോ വീഴ്ചകളോ വെളിപ്പെട്ട് കിട്ടുമ്പം ഒരു നീതീകരണത്തിനോ ന്യായീകരണത്തിനോ തുനിയരുത്. വലിയ കുഴപ്പമൊന്നും എനിക്കില്ലല്ലോ, തമ്മിൽ ഭേദമാണല്ലോ ഈ ഞാൻ, മറ്റു പലരേക്കാൾ മെച്ചപ്പെട്ടവനും മെച്ചപ്പെട്ടവളുമാണല്ലോ ഈ ഞാൻ ധ്യാനം കൂടാൻ പോകുന്നുണ്ടല്ലോ, ജെറുസലേമിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ടല്ലോ, പോട്ടയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ, തമ്മിൽ ഭേദമാണല്ലോ ഈ ഞാൻ സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു നിങ്ങളോട്, ഈ ഒരു നീതീകരണം, ഈ ഒരു ന്യായീകരണം, ഈ വിധത്തിലുള്ള ഒരു വിലയിരുത്തൽ പ്രിയ സഹോദരങ്ങളെ ദൈവകൃപയിലേക്ക് നമ്മെ അടുപ്പിക്കില്ല. ഞാനിത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു സുവിശേഷ ഭാഗം, ലൂക്കായുടെ 18-ാം അധ്യായം. ഈശോ പഠിപ്പിക്കുന്ന ഫരിസയന്റെയും ചുങ്കക്കാരന്റെയും ഉപമ ഈ നേരത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരണം. ഈ 2 പേരും ഒരു ദേവാലയത്തിലെത്തുന്നു, ജെറുസലേമിലെത്തുന്നു. 2 പേരും ജെറുസലേമിലെ ദേവാലയത്തിൽ 2 പേരും വന്ന് മുട്ടുകുത്തുന്നു. ജെറുസലേമിലെ ദേവാലയത്തിൽ ഈ 2 പേരും വന്ന് മുട്ടുകുത്തുമ്പം 2 പേരും ദൈവത്തിന്റെ മുൻപിലാണോ നിർത്തിയത്? സംശയിക്കണം സഹോദരങ്ങളെ. ആ ഫരിസയൻ ദൈവത്തിന്റെ മുൻപിലാകില്ലല്ലോ അവനെ നിർത്തിയത്. അരികിൽ നിൽക്കുന്ന ചുങ്കക്കാരന്റെ മുൻപിൽ അവൻ നിർത്തുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ അവൻ പറയുന്നത്? ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ പാപികളും നീതിരഹിതരുമായ മറ്റു മനുഷ്യരെ പോലെയോ ഒന്നുമല്ലല്ലോ ഈ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, ആഴ്ചയിൽ 2 നേരം ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ദൈവത്തിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ ഞാൻ പാലിച്ചു ജീവിക്കുന്നുണ്ട്, ഞാൻ കള്ളത്തരം കാണിച്ചിട്ടില്ല, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല. ഈശോ പറയുന്നു, തന്നെ നീതീകരിച്ചും ന്യായീകരിച്ചും ആ മനുഷ്യൻ അവന്റെ വീട്ടിലോട്ട് പോയി എന്ന്. അടുത്തതായി ജെറുസലേമിൽ വന്ന് മുട്ടുകുത്തി നിൽക്കുന്ന ചുങ്കക്കാരനെ കുറിച്ച് ഈശോ പറയുമ്പോൾ ഈശോ പറയുക ഇതാണ്: അവൻ ദൈവത്തിനു മുമ്പിൽ അവൻ നിന്നുകൊണ്ട് മാറത്തടിച്ച് കരഞ്ഞവൻ പറയുകയാണ്, ദൈവമേ, നിന്റെ മുൻപിൽ ഒന്ന് നിൽക്കാനോ, നിന്റെ മുൻപിലേക്ക് എന്റെ കൈകളൊന്ന് ഉയർത്താനോ, നിന്റെ മുഖത്തേക്കൊന്ന് കണ്ണുയർത്തി നോക്കാനോ ഈ എനിക്കൊരു യോഗ്യതയുമില്ലല്ലോ. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് കുറവുകൾ വന്നു പോയിട്ടുണ്ട്, ഞാൻ പാപം ചെയ്തു നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, പൊറുക്കണേ, ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ജെറുസലേമിലെ ദേവാലയത്തിൽ ദൈവത്തിന്റെ മുൻപിലിരുന്ന് കണ്ണുനീരോടെ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ചുങ്കക്കാരൻ, അവനവന്റെ തെറ്റുകളും കുറവുകളും ദൈവത്തിന് മുമ്പിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിച്ച്
അനുതപിക്കുന്ന മനസ്സോടെ കണ്ണുനീരോടെ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് അവനവന്റെ വീട്ടിലോട്ട് മടങ്ങിയെന്ന് ഈശോ ഈ ഉപമയിൽ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉപമയുടെ സാരാംശം അതിങ്ങനെയാണല്ലോ. തന്നെ നീതീകരിച്ചും ന്യായീകരിച്ചും വീട്ടിലോട്ട് പോയ ഫരിസയനല്ല, ജെറുസലേമിൽ വന്ന് ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് ദൈവത്തിന് മുമ്പിൽ ജീവിതം വിലയിരുത്തി കുറവുകളും വീഴ്ചകളും തിരിച്ചറിഞ്ഞ് കണ്ണുനീരോടെ ദൈവത്തിന്റെ മുമ്പിൽ അനുതപിക്കുന്ന മനസ്സോടെ ദൈവത്തിന്റെ മുൻപിലായിരുന്ന് പ്രാർത്ഥിച്ചു വീട്ടിലോട്ട് പോയ ചുങ്കക്കാരനത്രേ ദൈവത്തിന്റെ തിരുമുമ്പിൽ നീതീകരിക്കപ്പെട്ടത്. ഇന്നീ കൺവെൻഷന്റെ 2ാം ദിവസം ഈ ജെറുസലേം വചന കൂടാരത്തിൽ കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരും ഈശോ പറയുന്ന ഉപമയിലെ ആ ചുങ്കക്കാരനെ പോലെ വന്നുപോയ വീഴ്ചകൾ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഈ ജെറുസലേമിലെ അൾത്താരയ്ക്ക് മുമ്പിൽ ഒന്ന് വീഴ്ത്തിയിട്ട് അനുതപിക്കുന്ന ഒരു മനസ്സോടെ, ഈശോ എനിക്ക് തെറ്റ് വന്നു, എനിക്ക് വീഴ്ചകൾ വന്നു, എനിക്ക് കുറവുകൾ വന്നു, നീ എല്ലാം പൊറുക്കണം, ഇനി ചെയ്യില്ല കർത്താവേ, പാപത്തിന്റെ വഴിയിലേക്ക് ഞാൻ ഇനി പോകില്ല, എന്റെ കുറവുകൾ ഓർത്ത് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. അനുതാപത്തോടെ ആ ചുങ്കക്കാരനെ പോലെയൊന്ന് ഇന്നീ ജെറുസലേമിലായിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ നിങ്ങൾക്കൊത്തിരുന്നെങ്കിൽ, അങ്ങനെ ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടാനും അനുഗ്രഹിക്കപ്പെടാനും ദൈവകൃപ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടാൻ നിങ്ങൾക്കൊത്തിരുന്നെങ്കിൽ, ഇതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി ഈ മണിക്കൂറിൽ ദൈവത്തിന് മുൻപിലുള്ള എന്റെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, 24ാമത്തെ ഈ ജെറുസലേമിലെ ബൈബിൾ കൺവെൻഷനിൽ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, വീഴ്ചകളോർത്ത്, നമ്മുടെ ചിന്തകളിൽ വന്ന വീഴ്ചകളോർത്ത്, നമ്മുടെ സംസാരത്തിൽ വന്ന കുറവുകളോർത്ത്, നമ്മുടെ പ്രവൃത്തികളിൽ ജീവിതത്തിൽ വന്നുപോയ പോരായ്മകളോർത്ത് അനുതാപത്തോടെ ഒന്ന് കരയാൻ, അനുതാപത്തോടെ ഒന്ന് കരയാൻ, ദൈവമേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അനുതാപത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവി നിമിഷം നമുക്ക് ശക്തി തരട്ടെ, കൃപ തരട്ടെ. ഹല്ലേലൂയ. വലതുകര ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് ഞാൻ സൂചിപ്പിച്ച ആദ്യത്തെ കാര്യം. എന്റെ ആദ്യത്തെ അപേക്ഷ ഇതാണ്. ഒരു നീതീകരണത്തിനും ന്യായീകരണത്തിനും ഇന്ന് പോകാതെ നമ്മിലേക്കൊന്ന് തിരിഞ്ഞ് നമ്മുടെ അപാകതകളും കുറവുകളും ദൈവത്തിന് മുമ്പിൽ തിരിച്ചറിഞ്ഞ് ദൈവകൃപ നമ്മിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും ചോർന്നു പോകുന്ന കൊച്ചു സുഷിരങ്ങളെ പോലും തിരിച്ചറിഞ്ഞ് കണ്ടുപിടിച്ച് ദൈവത്തിന് മുമ്പിൽ മാപ്പ് ചോദിച്ച് അപാകതകൾ തിരുത്തി ഈ ജെറുസലേമിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പക്കലേക്ക് ഒന്നുകൂടി ഒന്ന് അടുത്തു നിൽക്കാൻ ഈ ദിവസം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജീവിത വിലയിരുത്തൽ നിങ്ങൾ ഈ മണിക്കൂറിൽ നടത്തുമ്പം എന്റെ 2ാമത്തെ അപേക്ഷ, ആ അപേക്ഷ ഇതാണ്. ഒരാളും ഈ ജെറുസലേമിൽ, ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് ജെറുസലേം. ഈ വചന കൂടാരം എങ്ങനെയാണ്? ജീവിക്കുന്ന ദൈവം ഇവിടെയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഈ ജെറുസലേമിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദൈവത്തിന്റെ തിരുമുമ്പിൽ ഞാൻ 2ാമത് പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്. നിങ്ങളും ഞാനും നിൽക്കുമ്പം ദൈവത്തിന്റെ തിരുമുമ്പിൽ ദൈവം എങ്ങനെ നമ്മുടെ ജീവിതം കാണുന്നു, നോക്കുന്നു. ഈ ഒരു വിലയിരുത്തലോടെ ദൈവത്തിന്റെ മുൻപിൽ നാം നിൽക്കുമ്പം ദയവ് ചെയ്ത സഹോദരങ്ങളെ, ഒരാളും ഒന്നും ഒളിപ്പിച്ചു വെക്കാനോ മൂടി വെക്കാനോ ശ്രമിക്കരുത്. അപാകതകളുണ്ട്, കുറവുകളുണ്ട്, ഒളിപ്പിക്കണ്ട, മൂടി വെക്കണ്ട. നമുക്കറിയാം, നിങ്ങൾക്കുമുണ്ട്, എനിക്കുമുണ്ട്. മറ്റാരും കാണരുതെന്ന്, വേറെ ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചു പോകുന്ന, നാമൊക്കെ ആഗ്രഹിച്ചു പോകുന്ന ജീവിതത്തിന്റെ ചില സ്വകാര്യതകൾ നിങ്ങൾക്കുമുണ്ട്, എനിക്കുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ തിരുമുമ്പിൽ നിങ്ങളും ഞാനും നിൽക്കുമ്പം ഈ ഒരു അനുഭവത്തിൽ നാം നിൽക്കരുതല്ലോ. ദൈവത്തിന്റെ മുൻപിൽ നിങ്ങളും ഞാനും നിൽക്കുമ്പം എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനോ എന്തെങ്കിലും മറച്ചു വെക്കാനോ ശ്രമിച്ചാൽ യാതൊന്നും ഒളിപ്പിക്കാനും മറയ്ക്കാനും നിങ്ങൾക്കോ എനിക്കോ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് ഈ മണിക്കൂറിൽ തിരിച്ചറിയാം, ഈ മണിക്കൂറിൽ അംഗീകരിക്കാം. ഒരു തുറന്നു വെച്ച പുസ്തകം പോലെ ദൈവമെല്ലാം കണ്ടു, അവനെല്ലാം അറിയുന്നു. എന്റെ കുറവുകൾ അറിയുന്നു, എനിക്ക് വന്ന വീഴ്ചകൾ അറിയുന്നു, എനിക്കേറ്റ മുറിവുകൾ അറിയുന്നു, ഞാൻ നടന്ന പാപത്തിന്റെ വഴികളെല്ലാം അവൻ കാണുന്നു. ഒന്നും ഒളിപ്പിക്കാനില്ല, ഒന്നും മറയ്ക്കാനില്ല. തുറന്നു വെച്ചൊരു പുസ്തകം പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ
ദൈവത്തിന്റെ തിരുമുൻപിൽ ഒന്ന് തുറന്നു വെക്കാനും ഒന്ന് തുറന്നു കാണിക്കാനും ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നമുക്കൊരു അഭിഷേകം തരട്ടെ, തുറവി തരട്ടെ. ഞാൻ സംസാരിച്ചത് ഇതാണ്: ദൈവ തിരുമുൻപിൽ നിങ്ങളോ ഞാനോ എന്തെങ്കിലും ഒളിപ്പിക്കാനോ മറയ്ക്കാനോ ശ്രമിച്ചാൽ ഒളിഞ്ഞിരിക്കില്ല, മറഞ്ഞിരിക്കില്ല. ഇതാണ് ഞാൻ പറഞ്ഞു തന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആയിരങ്ങൾ എൻ്റെ സ്വരം കേൾക്കുകയാണ്, എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും എന്നെ ആദ്യമായിട്ടൊക്കെ കാണുന്നതായിരിക്കും. ഞാൻ ഈ ജെറുസലേമിൽ പലവട്ടം വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ശുശ്രൂഷകർക്ക് ആത്മീയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്കിലും ബഹുഭൂരിപക്ഷം പേരും എന്നെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരായിരിക്കും. ആദ്യമായിട്ടൊക്കെ എന്നെ കാണുമ്പം ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞാൽ ഒരു കാര്യം തീർത്ത് ഞാൻ അങ്ങ് സംസാരിക്കുകയാണ്. അതായത് ദൈവത്തിന്റെ മുൻപിൽ എന്തെങ്കിലും ഒളിപ്പിച്ചാൽ മറച്ചാൽ മറഞ്ഞിരിക്കില്ല എന്ന് ഞാൻ തീർത്തങ്ങ് പറയുമ്പം എന്നെ അങ്ങ് വിശ്വസിക്കാനും തുറവിയോടുകൂടി വാക്കുകളെ എടുക്കാനും ആരെങ്കിലുമൊക്കെ പ്രയാസപ്പെടുന്നുണ്ടോ ആവോ? എന്റെ ഈ വാക്കുകളോട് ഞാനിത് പറയുമ്പം ഉള്ളുകൊണ്ടെങ്കിലും ഒരു വിയോജിപ്പ് നിങ്ങളിൽ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്കിങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരികയാണ്. ഇന്ന് ഈ കൺവെൻഷന്റെ 2ാം ദിവസം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലോട്ട് മടങ്ങിച്ചെന്നു കഴിഞ്ഞാൽ വേദപുസ്തകം എടുത്ത് വായിക്കേണ്ട ഒരു ഭാഗം ഞാനത് പറഞ്ഞു തരികയാണ്. എല്ലാവരും ചെയ്യേണ്ടത് ആയിരിക്കില്ല ഇത്. അതായത് ദൈവത്തിന്റെ മുൻപിൽ നിങ്ങളോ ഞാനോ എന്തെങ്കിലും ഒളിപ്പിച്ചാൽ ഒളിഞ്ഞിരിക്കില്ല എന്ന് ഞാൻ പറയുമ്പം അതിനെ അങ്ങ് തുറവിയോടുകൂടി എടുക്കാൻ പ്രയാസമുള്ളവർ ചെയ്യൂ. വീട്ടിൽ ചെന്നിട്ട് വേദപുസ്തകം എടുത്ത് പ്രഭാഷകന്റെ പുസ്തകം എടുക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 23-ാമത്തെ അധ്യായം അത് മുഴുവനും അങ്ങ് വായിക്കാൻ ഒരു സമയം സാവകാശം കിട്ടുന്നില്ലെങ്കിൽ 18 തൊട്ട് തിരുവചനങ്ങളെങ്കിലും നിങ്ങൾ ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ടൊന്ന് എടുത്ത് വായിക്കണം. സഹോദരങ്ങളെ, ആ ഭാഗങ്ങളിലൂടെ നമ്മൾ പോകുമ്പം ദാമ്പത്യ ഉടമ്പടി ലംഘിക്കുന്ന ഒരു മനുഷ്യനെ നാം കണ്ടുമുട്ടും. ഭാര്യയെ വഞ്ചിക്കുന്നു, കുഞ്ഞുങ്ങളെ വഞ്ചിക്കുന്നു, പാപത്തിന്റെ വഴിയെ പോകുന്നു, അന്യ സ്ത്രീയോടൊത്ത് ജഡികമായ തെറ്റുകൾ ചെയ്ത് പാപത്തിന്റെ വഴിയെ ജീവിക്കുന്ന ഒരു കുടുംബനാഥൻ. ഈ പാപത്തിന്റെ വഴി ആ മനുഷ്യൻ പോകുമ്പം ഇങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്: ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ ആരെ പേടിക്കണം? എന്റെ ഭാര്യ കാണുന്നില്ല, എന്റെ പിള്ളേരറിയുന്നില്ല, ഒരാളും ഞാൻ ഈ ചെയ്യുന്ന തെറ്റുകൾ കാണുന്നില്ല. ഭിത്തി എന്നെ ഒളിപ്പിക്കുന്നു, ഇരുട്ടെന്നെ മറയ്ക്കുന്നു. ഭിത്തിയുടെ മറയിൽ, ഇരുട്ടിന്റെ മറയിൽ, കതകിന്റെ പിന്നിൽ ഞാൻ ഈ തെറ്റ് ചെയ്യുമ്പം ഒരു കുഞ്ഞു പോലും ഇത് കാണുന്നില്ലെങ്കിൽ ഞാൻ എന്തിനിത് നിർത്തണം? ഞാൻ എന്തിന് പേടിക്കണം? ഞാൻ എന്തിന് ഈ പാപത്തിന്റെ വഴി അവസാനിപ്പിക്കണം? ഇങ്ങനെ ചോദിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് ഈ സൂചിപ്പിച്ച അധ്യായത്തിൽ നാം കണ്ടുമുട്ടുക. സഹോദരങ്ങളെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ നിൽക്കുമ്പം നാം അവിടെ കാണുകയാണ്, ഇടുത്തി വരും പോലെ ദൈവം ഇറങ്ങി അവന്റെ മുൻപിലോട്ട് വരും. അവന്റെ മുൻപിലോട്ട് ദൈവം വന്നിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കും ആ മനുഷ്യനോട്: എന്റെ മകനെ, നീ എന്തു പറഞ്ഞു? ഭിത്തി നിന്നെ ഒളിപ്പിക്കുന്നെന്നോ? ഇരുട്ട് നിന്നെ മറയ്ക്കുന്നെന്നോ? കതകിന്റെ പിന്നിൽ, ഭിത്തിയുടെ മറയിൽ നീ ചെയ്യുന്ന തെറ്റ് നിന്റെ ഭാര്യ കാണുന്നില്ല, നിന്റെ പിള്ളേരറിയുന്നില്ല എന്ന് പറഞ്ഞ് നീ പാപം ചെയ്ത് മുന്നോട്ട് പോകുന്നു. നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചപ്പം എന്തുകൊണ്ട് നീ ഓർക്കാതെ പോയി, അറിയാതെ പോയി? നിന്റെ ദൈവത്തിന്റെ കണ്ണിന് സൂര്യനേക്കാൾ 10,000 മടങ്ങ് വെളിച്ചമുണ്ട് എന്ന കാര്യം നീ എന്തുകൊണ്ട് ഓർക്കാതെ പോയി? എന്നിട്ട് ദൈവം അവനോട് പറയും, സംസാരിക്കും: സൂര്യനേക്കാൾ 10,000 മടങ്ങ് വെളിച്ചമുള്ള കണ്ണോടെ നിന്റെ ദൈവം നിന്നെ നോക്കുമ്പം ഭിത്തിയുടെ മറയിലും, ഇരുട്ടിന്റെ മറയിലും, കതകിന്റെ പിന്നിലും നീ ചെയ്യുന്നത് മുഴുവനും, നിന്റെ രഹസ്യ പാപങ്ങൾ പോലും നിന്റെ ദൈവം കാണുന്നെന്നും നിന്റെ ദൈവം അറിയുന്നെന്നും നീ എന്തുകൊണ്ട് ഓർക്കാതെ പോകുന്നു? നീ സഞ്ചരിക്കുന്ന നിഗൂഢ വഴികൾ പോലും നിന്റെ ദൈവം കാണുന്നു. നീ ചെയ്യുന്ന രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലും നിന്റെ ദൈവം അറിയുന്നു. ഒരു വാക്കു നിന്റെ നാവിലെത്തും മുമ്പ് ആ ചിന്തകൾ പോലും ദൈവം അറിയുന്നു, കാണുന്നു. ദൈവത്തെ കബളിപ്പിക്കാമെന്ന വ്യാമോഹം നിനക്ക് വേണ്ട എന്ന ഉപദേശം കൂടി ദൈവം ഇവന് കൊടുത്തിട്ട് അവന്റെ കൺമുൻപിൽ നിന്ന് ദൈവം മറഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭിത്തിയുടെ മറയിലും, ഇരുട്ടിന്റെ മറയിലും, കതകിന്റെ പിന്നിലും നീ ചെയ്യുന്ന രഹസ്യ കാര്യങ്ങൾ പോലും നിന്റെ ദൈവം കാണുന്നു, നിന്റെ ദൈവം അറിയുന്നുവെന്ന പ്രഭാഷക ഗ്രന്ഥത്തിലെ തിരുവചനം മതിയല്ലോ സഹോദരങ്ങളെ.
നമുക്കൊന്നും മറയ്ക്കാനില്ല ദൈവത്തിന്റെ മുൻപിൽ എന്ന് മനസ്സിലാക്കാൻ ഇത് മതിയല്ലോ, ഈ വചനം മതിയല്ലോ പ്രിയരെ. നമുക്കൊന്നും ദൈവത്തിന്റെ മുൻപിലായിരിക്കുമ്പം, ജെറുസലേമിലായിരിക്കുമ്പം ഒളിപ്പിക്കാനില്ല ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും. നമുക്കത് അംഗീകരിക്കാം. ഉള്ളതുള്ളതുപോലെ വന്ന വീഴ്ചകൾ, ആ വീഴ്ചകളോടെ, കുറവുകളോടെ ദൈവത്തിന്റെ മുൻപിൽ ഇത് തുറന്നു വെക്കാൻ, അനുതാപത്തോടെ ഇന്നൊന്ന് കരയാൻ നമുക്കൊന്ന് സാധിച്ചിരുന്നെങ്കിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, എന്റെ ദൈവം എന്നെ എങ്ങനെ കാണുന്നു? ഞാൻ ജെറുസലേമിലാണ്. ജെറുസലേം ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ്. ജെറുസലേമിൽ ദൈവത്തിന് മുമ്പിൽ ഞാൻ ഇന്നായിരിക്കുമ്പം എന്റെ ദൈവം എന്നെ എങ്ങനെ കാണുന്നു? മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാൻ മിടുക്കിയാണ്, ഞാൻ മിടുക്കനാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ധ്യാനം കൂടുന്നവനാണ്. ആയിക്കോട്ടെ, എന്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ എവിടെ നിൽക്കുന്നു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഞാൻ പോട്ടയിൽ നിന്നാണ് വരുന്നത്. പട്ടത്തച്ഛൻ പറഞ്ഞല്ലോ, പോട്ടയിലെ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ടാണ് ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പോട്ടയിൽ ധ്യാനിക്കാൻ വേണ്ടി വന്ന ഒരു പെൺകുട്ടിയെ ഞാൻ ഓർക്കുകയാണ്. ആന്തരിക സൗഖ്യധ്യാനം കൂടാൻ അവൾ അവിടെ വരുമ്പം വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് അവൾ. വിവാഹത്തിന് തൊട്ടു മുൻപ് ഒരു നല്ല ധ്യാനം കൂടി ദൈവകൃപ കൊണ്ട് നിറഞ്ഞ് ദാമ്പത്യ വഴികളിലേക്ക് കാലെടുത്തു വെക്കാൻ പ്രാർത്ഥനയോടെ പോട്ടയിൽ വന്ന ഒരു കൊച്ചു സഹോദരി, ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന മിടുക്കിയായ ഒരു കൊച്ചാണവൾ. ബാങ്കിൽ ജോലി ചെയ്യുമ്പോഴും ഇടവക കാര്യങ്ങളിലെല്ലാം മുൻപിൽ അവളുണ്ട്. ഭക്തസംഘടനകളിലെല്ലാം നേതൃത്വ നിരയിൽ അവൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പഠിച്ചിരുന്ന കോളേജുകളിൽ ജീസസ് യൂത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ചൊരു കൊച്ചാണ്. ബാങ്കിൽ ജോലി ചെയ്യുമ്പോഴും ഇടവകയിലെ കാറ്റഗിസം പഠിപ്പിക്കുന്ന അധ്യാപികയാണിവൾ. അവൾ എന്റെ മുറിയിൽ വന്ന് പ്രാർത്ഥനയും അനുഗ്രഹവും ചോദിച്ച് എന്റെ അടുത്തിരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ജോജോ അച്ഛാ, ബാങ്കിൽ ജോലി ചെയ്യുന്നത് വീട്ടിൽ നിന്ന് കുറേയേറെ അകലെയാണ്. എങ്കിലും ആഴ്ചയുടെ അവസാനം ഞാൻ മണിക്കൂറുകൾ യാത്ര ചെയ്ത് എന്റെ വീട്ടിൽ വരും. കാറ്റഗിസം പഠിപ്പിക്കുന്ന കാര്യം കുറവ് വരരുത്. എന്റെ ഇടവകയിലെ കൊച്ചു തലമുറയിൽപ്പെട്ട മക്കൾക്ക് നല്ല ദൈവചിന്തകളും ദൈവത്തിന്റെ വഴികളും പറഞ്ഞു കൊടുക്കാൻ എനിക്കെന്നും സന്തോഷമാണച്ചാ, ഉത്സാഹമാണച്ചാ. അത്രയും സഹോദരങ്ങളെ, ദൈവകാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന മിടുക്കിയായ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാൻ അവള് ധ്യാനം കൂടുമ്പം ഞാൻ അവളുടെ സംസാരം കഴിഞ്ഞ് ചില ഉപദേശങ്ങൾ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് നിങ്ങളുടെ മുൻപിൽ ഞാൻ ഒന്നോർക്കുകയാണ്. ഞാൻ ചോദിച്ചു, മോളെ, നീ ഒരുപാട് പ്രാർത്ഥനയോടുകൂടി പോട്ടയിൽ ധ്യാനിക്കാൻ വേണ്ടി വന്നതാണല്ലോ. ആന്തരിക സൗഖ്യ ധ്യാനം കൂടിയിട്ട് മോളെ, എന്ത് കൃപ കിട്ടി നിനക്ക്? എന്ത് അനുഗ്രഹം കിട്ടി നിനക്ക്? ഈ ചോദ്യത്തിന് കൊച്ചു തന്നൊരു മറുപടി ഏതാണ്ട് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജോജോ അച്ഛാ, ഞാൻ ഈ ധ്യാനത്തിൽ വരുവോളം ഇങ്ങനെയൊക്കെയായിരുന്നു എന്നും ചിന്തിച്ചിരുന്നത്. ഞാൻ നല്ലവളായിട്ട് ജീവിക്കുന്നു, ഞാൻ മിടുക്കിയായിട്ട് ജീവിക്കുന്നു, എന്റെ മാതാപിതാക്കൾക്ക് മുൻപിൽ മിടുക്കിയാണ് അച്ഛാ ഞാൻ. ഇടവകയിലെ വികാരിയച്ഛന്റെ മുൻപിൽ, ഇടവകയിലെ കന്യാസ്ത്രീകൾക്ക് മുമ്പിൽ നല്ലവളാണു ഞാൻ, മിടുക്കിയാണു ഞാൻ. എന്നെ അറിയുന്നവർക്കൊക്കെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയാണ്, ദൈവചിന്തയുള്ളൊരു മകളാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ച ഞാൻ ഈ ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പം ഒരു കാര്യം മനസ്സിലാക്കുന്നു വെച്ചാ, ഈ ധ്യാനത്തിൽ കിട്ടിയ കൃപയാണ് അച്ഛൻ ചോദിച്ചത്. എനിക്ക് കിട്ടിയ കൃപയും വെളിച്ചവും ധ്യാനത്തിൽ അതിതാണ്. എല്ലാവരുടെ മുമ്പിൽ നല്ലവളായിട്ട് ജീവിച്ച ഞാൻ, മിടുക്കിയായി നടന്ന ഈ ഞാൻ, എന്റെ ഹൃദയം പോലും കാണുന്ന ദൈവത്തിന്റെ മുൻപിൽ അത്ര നല്ലവളൊന്നും ആയിരുന്നില്ല, അത്ര മിടുക്കിയൊന്നും ആയിരുന്നില്ല. ഈ ബോധ്യമാണ്, ഈ വെളിച്ചമാണ് ഈ ആന്തരിക സൗഖ്യ ധ്യാനത്തിലൂടെ എനിക്കെന്റെ ഈശോ തന്നത്. ഒരു കാര്യം ഞാൻ ഈ ധ്യാനത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അച്ഛാ, ഇനി മുന്നോട്ടുള്ള എന്റെ ജീവിതം എന്റെ ഹൃദയം കാണുന്ന, എന്റെ ഹൃദയം പോലും അറിയുന്ന എന്റെ ഈശോയ്ക്ക് മുമ്പിലും നല്ലവളായിട്ടും മിടുക്കിയായിട്ടും ഇനി എനിക്ക് മുന്നോട്ട് ജീവിക്കണം. ആ ഒരാഗ്രഹത്തോടെ, തീരുമാനത്തോടെ ഞാൻ ഈ ധ്യാനം കഴിഞ്ഞ് മടങ്ങുന്നു, വിവാഹ ജീവിതത്തിലോട്ട് കടക്കുന്നു. അച്ഛന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും വേണമെന്ന് പറഞ്ഞ് എന്റെ മുൻപിൽ മുട്ടുകുത്തി കൈകൂപ്പിയ ഒരു കൊച്ചനുജത്തിയെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പോട്ടയിൽ വെച്ച് കണ്ടത് ഞാനൊന്ന് ഓർക്കുകയാണ്. സഹോദരങ്ങളെ, കൺവെൻഷന്റെ 2ാം ദിവസം ഇത്രമാത്രം ചിന്തിക്കൂ. എന്റെ ദൈവത്തിന്റെ മുമ്പിൽ
ഈ ജെറുസലേമിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ, ആ ദൈവത്തിന്റെ മുമ്പിൽ എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഒരു വിശുദ്ധിയുള്ള മകളായി, മകനായി, മിടുക്കനായി എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? കുറവുകളുണ്ടോ? മാപ്പ് ചോദിക്കാം. വീഴ്ചകൾ വന്നിട്ടുണ്ടോ? പൊറുതി ചോദിക്കാം. ഇനി ചെയ്യില്ല ഈശോ, തീരുമാനമെടുത്ത് വാക്കുകൊടുക്കാം ദൈവത്തിന്റെ മുമ്പിൽ, അനുതാപത്തോടെ ദൈവത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. സഹോദരങ്ങളെ, ഇന്ന് ഈ ജീവിത വിലയിരുത്തലിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പം ഇന്നത്തെ ദിവസം, ഈ ദിവസങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ഈ ദിവസം നിങ്ങളുടെ കാതുകളിൽ, നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു തിരുവചനം ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. ആ തിരുവചനം യെശയ്യായുടെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനമാണ്. അറിയാമായിരിക്കും നിങ്ങൾക്ക് ആ വചനം. യെശയ്യാ 1:18 വചനം ഇതാണ്: ദൈവം അരുളി ചെയ്യുന്നു, ദൈവം സ്നേഹത്തോടെ നമ്മെ വിളിക്കുന്നു, മകനെ, മകളെ, വരൂ നമുക്ക് അറിയാവുന്നവര് പറഞ്ഞു, നമുക്ക് രമ്യതപ്പെടാം. വരൂ, നമുക്ക് രമ്യതപ്പെടാം. എന്താണ് അടുത്ത വചനം? നിന്റെ പാപം കടും ചുമപ്പാവട്ടെ, മഞ്ഞ് പോലെ നിന്നെ ഞാൻ വെളുപ്പിക്കാം. രക്തവർണ്ണമാകട്ടെ, കമ്പിളി പോലെ നിന്നെ ഞാൻ വെണ്മയുള്ളവളാക്കി മാറ്റാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ജെറുസലേമിനോട് ചേർന്ന് നിന്ന് ആത്മീയ വഴികളിൽ മുന്നോട്ട് പോകുന്ന നിങ്ങളെ, ഈ 24-ാമത്തെ കൺവെൻഷൻ 2-ാം ദിവസം ദൈവം സ്നേഹത്തോടെ വിളിക്കുന്നു. എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ അരികിലേക്ക് വരൂ. ഒന്നുകൂടി നമുക്ക് അടുത്ത് നിൽക്കാം. നീ എന്നിൽ നിന്ന് അകന്നു പോയി ഈ നാളുകളിൽ, നീ എന്നിൽ നിന്ന് മകനെ ദൂരേക്ക് മാറിപ്പോയി ഈ നാളുകളിൽ. നീ അത് തിരിച്ചറിയണം. ഇനി നീ അകന്നകന്ന് പോകരുത്. വരൂ, നമുക്കടുത്ത് വരാം, നമുക്കടുത്ത് വസിക്കാം, നമുക്ക് രമ്യതപ്പെടാം. നീ ചേർന്ന് നിൽക്കൂ. ഇനി മുന്നോട്ടും ഈ ജെറുസലേം അനുഭവത്തിന്റെ നിറവിൽ നമുക്ക് മുന്നോട്ട് പോകണം, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. വരൂ, നമുക്ക് രമ്യതപ്പെടാം. സ്നേഹത്തോടെ നിങ്ങളെ ഒന്നുകൂടി അരികിലേക്ക് വിളിക്കുന്ന ദൈവത്തിന്റെ സ്വരം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെച്ച് സ്നേഹത്തോടെ നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന്റെ കരം ഈ മണിക്കൂറിൽ എൻ്റെ പ്രിയ സഹോദരങ്ങൾ കാണണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പാപം, നിനക്ക് വന്ന വീഴ്ച എത്ര വലുതുമായിക്കോട്ടെ, കടും ചുമപ്പാവട്ടെ, നിന്നെ ഞാൻ മഞ്ഞുപോലെ വെളുപ്പിക്കാമെന്ന ദൈവത്തിന്റെ സ്വരം. സഹോദരങ്ങളെ, ഈ ഒരു വാചകം ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണം. നമുക്ക് വന്ന വീഴ്ചകൾ, നമുക്ക് വന്ന കുറവുകൾ, അതെത്ര വലുതുമായിക്കോട്ടെ, അതിനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ കാരുണ്യം എന്നുള്ളൊരു ബോധ്യം പരിശുദ്ധാത്മാവി മണിക്കൂറിൽ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തൂ. നല്ലതുപോലെ കൈയടിക്കണേ, നല്ലതുപോലെ. കൈയൊന്ന് ഉയർത്തിയടിച്ചോ, കൈകളൊന്ന് ഉയർത്തിയടിച്ചോ. നമുക്ക് വന്നുപോയ വീഴ്ചകളും നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളും, പ്രിയപ്പെട്ടവരെ, അതെത്ര വലുതുമാവട്ടെ, അതിനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ കാരുണ്യം എന്നുള്ളൊരു ബോധ്യം. ഈ ബോധ്യത്തിൽ നിന്ന് അനുതാപത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകൂ. ഈ ഒരു വലിയ ബോധ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ പ്രിയപ്പെട്ടവർക്ക് തന്ന് നിങ്ങളെ ഈ മണിക്കൂറിൽ അനുഗ്രഹിക്കട്ടെ. ഞാനിത് പറഞ്ഞു തരുമ്പം കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും ലൂക്കാ 15 ഈശോ പഠിപ്പിക്കുന്ന ധൂർത്തപുത്രന്റെ ഉപമ ഇന്ന് നിങ്ങളുടെ മനസ്സിലൂടെ ഒന്ന് കടന്നു പോയിക്കോട്ടെ. നിങ്ങൾക്കെല്ലാം അറിയാം, ഞാനിതിലോട്ടൊന്നും കടക്കുന്നില്ല. ആ പിതാവിനോട് ധിക്കാരം പറഞ്ഞിറങ്ങിപ്പോകുന്ന മകൻ, അവൻ ചെന്ന് വീഴുന്ന അപകടം, ഒരു നേരത്തെ ഭക്ഷണത്തിന് പന്നികളുടെ കൂടെ കിടന്ന് തവിട് പാത്രത്തിൽ കൈയിട്ട് വാരേണ്ട അവസ്ഥ ഒക്കെ നമ്മുടെ മുൻപിലുണ്ട്. അവൻ അവിടെ എത്തുമ്പം പിതാവിൽ നിന്ന് അകന്നകന്ന് ദൂരത്തേക്ക് പോയി ഈ ഒരു അപകടത്തിൽ ചെന്ന് വീഴുമ്പം അവൻ എന്തുണ്ടായി എന്ന ഉപമയിൽ വായിക്കുന്നു. അവന് സുബോധമുണ്ടായി. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന കൃപയാണിത്. എന്തു സുബോധമാണ് അവനുണ്ടായത്? ഞാൻ കിടക്കേണ്ടിടത്തല്ലോ ഞാൻ കിടക്കുന്നത്,
ഞാൻ കിടക്കേണ്ടിടത്തല്ലോ ഞാൻ കിടക്കുന്നത്. ധൂർത്തപുത്രന് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു സുബോധമാണ് ദൈവത്തിന്റെ വചനം. ഈ നേരത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതുപോലുള്ള സുബോധങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ഈ രീതി ശരിയല്ലല്ലോ, ഞാൻ ഒന്നുകൂടിയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, പ്രാർത്ഥനയിൽ ഒന്നുകൂടിയൊക്കെ ഞാൻ വളരണമല്ലോ, എന്റെ സംസാരം ശ്രദ്ധിക്കണമല്ലോ, ദാമ്പത്യ വഴികളിൽ കുറവുകൾ വരുന്നുണ്ടല്ലോ, എന്റെ ജീവിതാന്തസ്സിന്റെ ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റാൻ എനിക്ക് പലപ്പോഴും സാധിക്കുന്നില്ലല്ലോ. ഈ ജെറുസലേമിന്റെ ഒരു ശുശ്രൂഷകയായി ഞാൻ മുന്നോട്ട് നീങ്ങുമ്പം ഒന്നുകൂടി ഒരു വിശ്വസ്തത എന്റെ ദൈവ ശുശ്രൂഷയോട് ഞാൻ കാണിക്കേണ്ടിയിരിക്കുന്നല്ലോ. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഇതുപോലെയൊക്കെയുമുള്ള വെളിച്ചം, ഇതുപോലെയൊക്കെയുള്ള സുബോധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി നേരത്ത് എന്റെ പ്രിയപ്പെട്ടവർക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സുബോധം കിട്ടുന്ന ധൂർത്തപുത്രൻ സുബോധം ഉണ്ടായതുകൊണ്ട് മാത്രം അവൻ ദൈവകൃപയിലോട്ടെത്തുന്നില്ല, രക്ഷയുടെ നിറവിലോട്ടെത്തുന്നില്ല, പിതാവിന്റെ അരികിലോട്ട് അവൻ എത്തുന്നില്ല. സുബോധമുണ്ടായവൻ അടുത്ത പടി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവൻ എഴുന്നേറ്റു. ഇനി ഞാൻ ഇവിടെ കിടക്കാൻ പാടില്ല. കിടക്കാൻ പാടില്ലാത്തിടത്താണല്ലോ ഞാൻ കിടക്കുന്നത്. പരിശുദ്ധാത്മാവി വെളിച്ചം കൊടുക്കുമ്പം ആ വെളിച്ചം കിട്ടുന്ന നിമിഷം അവൻ അവിടെ നിന്ന് എഴുന്നേക്കുകയാണ്. അവൻ നടന്നു ചെല്ലേണ്ടിടത്തേക്ക്, നടന്നടുക്കേണ്ടിടത്തേക്ക് അവൻ നടന്നടുക്കുകയാണ്. അവന്റെ പിതാവിന്റെ അടുത്തേക്ക് അവൻ കടന്നു ചെല്ലുകയാണ്. ഈ എഴുന്നേക്കൽ ദൈവകൃപ കൊണ്ട് നിറയപ്പെടാൻ പ്രധാനപ്പെട്ടതാണ് സഹോദരങ്ങളെ. ദൈവത്തിന്റെ കൃപയോട്, ആത്മാവിന്റെ പ്രചോദനത്തോട് നാം കാണിക്കുന്ന സഹകരണമാണ് എഴുന്നേക്കൽ. അതിന് നിങ്ങൾ അനുതാപമെന്നോ മാനസാന്തരമെന്നോ പശ്ചാത്താപമെന്നോ ഏത് പേര് വേണമെങ്കിലും വിളിച്ചോ. ഈ ഒരു എഴുന്നേക്കൽ, ഈ എഴുന്നേക്കലിന് കൺവെൻഷന്റെ 2ാം ദിവസത്തെ ഈ ആദ്യത്തെ മണിക്കൂറിൽ എന്റെ പ്രിയ മാതാപിതാക്കളും എന്റെ സഹോദരങ്ങളും തയ്യാറാകണമെന്നാണ് സ്നേഹപൂർവ്വം എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം, ആ വചനം പങ്കുവെക്കുന്നിടത്ത് 100% എനിക്ക് ബോധ്യമുണ്ട്. സുബോധം പരിശുദ്ധാത്മാവ് തരും, വെളിച്ചം പരിശുദ്ധാത്മാവ് തരും. ഈ സുബോധം കിട്ടുന്ന എല്ലാവരും എഴുന്നേറ്റു കാണാറുണ്ടോ? കാണാറില്ല, കാണാറില്ല. ചിലർ അല്പം വൈകിയാണെങ്കിലും എഴുന്നേക്കും. ഒട്ടേറെ പേര് സുബോധം കിട്ടുമ്പോൾ തന്നെ എഴുന്നേക്കും. ചിലർ അല്പം വൈകിയാണെങ്കിലും എഴുന്നേക്കും. ചിലർ വീണ്ടും എഴുന്നേക്കാതെ ബലം പിടിച്ചുകൊണ്ട് നിൽക്കും. ആ ബലം പിടുത്തം നമുക്ക് വേണ്ട സഹോദരങ്ങളെ. ദൈവകൃപയോട് ചേർന്ന് നിൽക്കൂ, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തോട് സഹകരിക്കൂ, പാപത്തിന്റെ വഴിയെ എന്നേക്കുമായിട്ട് വെടിയൂ. ധൂർത്തപുത്രന്റെ എഴുന്നേക്കൽ, ആ എഴുന്നേക്കലിലേക്ക് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കണം. ആ എഴുന്നേക്കൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ധ്യാനിക്കണം. കിടക്കാൻ പാടില്ലാത്തിടത്ത് നിന്ന് അവൻ എഴുന്നേറ്റു, പിതാവിന്റെ അരികിലേക്ക് പോയി. പിന്നീട് ഒരിക്കലും പ്രിയപ്പെട്ടവരെ ആ പന്നിക്കുഴിയിലേക്ക് അവൻ മടങ്ങിപ്പോയിട്ടില്ല. അവൻ കടന്ന ചെളിക്കുഴിയിലേക്ക്, പാപത്തിന്റെ കുഴിയിലേക്ക് പിന്നീട് ഒരിക്കലും അവൻ മടങ്ങിപ്പോയിട്ടില്ല. ഇതാണ് മാനസാന്തരം, ഇതാണ് അനുതാപം. അല്ലാതെ ജെറുസലേമിൽ വരുന്നു, കോട്ടയിൽ വരുന്നു, കൺവെൻഷൻ കൂടുന്നു, ധ്യാനം കൂടുന്നു, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പം കണ്ണു നിറയുന്നൊഴുകുന്നു, കുമ്പസാരക്കുട്ടി പോയി മുട്ടുകുത്തുമ്പം വിങ്ങിപ്പൊട്ടുന്നു, വിതുമ്പുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് വീണ്ടും നമ്മൾ മടങ്ങിയെത്തുമ്പം പഴയ വഴിയിലേക്ക് വീണ്ടും മടങ്ങുന്നൊരവസ്ഥ. അതല്ല അനുതാപം. അതുപോലൊരു മാറ്റമല്ല ജെറുസലേം കൺവെൻഷനിലൂടെ എന്റെ പ്രിയപ്പെട്ടവർ സ്വന്തമാക്കേണ്ടത്. കിടക്കാൻ പാടില്ലാത്തിടത്താണോ ഞാൻ? എഴുന്നേക്കുന്നു, എഴുന്നേക്കുന്നു. ഈ 24ാം ബൈബിൾ കൺവെൻഷൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു വഴിത്തിരിവായി, ഒരു നാഴിക കല്ലായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പാപത്തിന്റെ വഴി ഞാൻ ഇനി അവിടെ കിടക്കില്ല. എന്റെ പാപത്തിന്റെ വഴി, പാപകരമായ ജീവിതം, ഞാൻ അവിടേക്ക് ഇനി മടങ്ങിപ്പോകില്ല. ഈ മണിക്കൂറിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം ഈ മണിക്കൂറിൽ ഞാൻ അവസാനിപ്പിക്കുന്നു.
എന്റെ ദൈവത്തിന്റെ പക്കലേക്ക് ഞാനിതാ എഴുന്നേൽക്കുന്നു, നടന്നെടുക്കുന്നു. ഈ വലിയ മാനസാന്തരത്തിന്റെ അനുഭവം ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ പോലെ ഈ വചന കൂടാരത്തിൽ ഒഴുകി ഒഴുകി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തു. നിങ്ങൾ ശക്തിയോടെ കൈയടിച്ചു, ശക്തിയോടെ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ, നിങ്ങളുടെയും എന്റെയും വീഴ്ചകൾ അത് എത്ര വലുതുമായിക്കോട്ടെ, ദൈവത്തിന്റെ കാരുണ്യം, പ്രിയ മകനെ മകളെ, നിന്റെയും എന്നെയും നോക്കിയിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ വീഴ്ചകളെക്കാൾ വലുതാണത്. നിങ്ങൾക്ക് ഈ മണിക്കൂറിൽ തിരുവചനങ്ങൾ പങ്കുവെക്കേണ്ടത് ഞാൻ പ്രാർത്ഥിച്ചിരിക്കെ എന്റെ മനസ്സിൽ ഇന്ന് രാവിലെ കിട്ടിയ ഒരു വചനം ഹോസി പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിലെ 4-ാമത്തെ തിരുവചനമാണ്. ഹോസി പ്രവാചകന്റെ പുസ്തകം 14:4 ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ അവിശ്വസ്തതയുടെ മുറിവുകളെ മുഴുവനും ഞാൻ ഉണക്കും, എന്റെ സ്നേഹമൊഴുക്കി നിന്നെ ഞാൻ കഴുകി വിശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആയിരങ്ങളെ ഇന്ന് ഈ 2-ാം ദിവസം ഈ ജെറുസലേമിലെ വചന കൂടാരത്തിലേക്ക് സ്നേഹപൂർവ്വം ദൈവം കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് എങ്കിൽ അതെന്തിനു വേണ്ടിയാണ്? അതിന്റെ ഉത്തരമാണ് ഈ ഹോസി പ്രവചനം 14:4. മക്കളെ, നിങ്ങളുടെ അവിശ്വസ്തതയുടെ മുറിവുകളെ മുഴുവനും ഞാൻ ഇന്നുണക്കും, എന്റെ സ്നേഹമൊഴുക്കി നിങ്ങളെ ഇന്നു ഞാൻ കഴുകി വിശുദ്ധീകരിക്കും. കൈയടിച്ച് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണടച്ച് കൈ ഉയർത്തിപ്പിടിച്ച്, കർത്താവായ ഈശോയെ, എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും എല്ലാ വീഴ്ചകളും ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു, അനുതപിക്കുന്നു. ഈശോയെ, ഈ ജെറുസലേമിൽ വന്ന് നിന്റെ സ്നേഹമറിഞ്ഞ് ആ സ്നേഹത്തിൽ വളർന്നവരാണ് ഞങ്ങൾ. ആ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾ അകന്നുപോയി. പാപത്തിന്റെ വഴിയെ ഞങ്ങൾ നീങ്ങി, ഞങ്ങൾ ജീവിച്ചു. യേശുവേ, ക്ഷമിക്കണമേ, പൊറുക്കണമേ, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, കൺവെൻഷന് ഇത്രയേറെ പേർക്ക് സൗകര്യം കിട്ടുവാവോ? ഈ ദിവസങ്ങളിൽ വന്നുപോയ വീഴ്ചകളോർത്ത് നല്ലതുപോലെ അനുതപിച്ച് കുമ്പസാരിച്ച് ദൈവകൃപയിലേക്ക് നിങ്ങൾ മടങ്ങിയെത്തണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൺവെൻഷന് ഇത്രയേറെ പേർക്ക് കുമ്പസാരിക്കാൻ ഒരു സൗകര്യം കിട്ടിയില്ലെങ്കിൽ പോലും ഈ ദിവസങ്ങളിൽ 25 നോമ്പിന്റെ ദിവസങ്ങളാണ്. ഈശോയുടെ പിറവിക്ക് വേണ്ടി നാം ഒരുങ്ങുന്ന ദിനങ്ങളാണ്. നമ്മുടെ ഇടവകകളിലെല്ലാം കുമ്പസാരത്തിന് സൗകര്യമുണ്ട്. ഏറ്റവും അടുത്തൊരു ദിവസം നല്ലതുപോലെ തുറവിയോടെ പാപവീഴ്ചകൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ, ആ കൃപ സ്വീകരിച്ച് വീണ്ടും ആ ജെറുസലേം കൃപയുടെ നിറവിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേരണമെന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഈ തിരുവചനം നിങ്ങൾ ധ്യാനിക്കണം. 32-ാം സങ്കീർത്തനം 3 തൊട്ട് തിരുവചനങ്ങൾ. 32-ാം സങ്കീർത്തനത്തിന്റെ 3 തൊട്ട് തിരുവചനങ്ങളിൽ ദാവീദ് സങ്കീർത്തകൻ അവന്റെ ജീവിതത്തിന്റെ 2 തലങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഏറ്റുപറയുന്നതും പങ്കുവയ്ക്കുന്നതും. ആരാണ് ഈ ദാവീദ്? നമുക്കറിയാം. എന്താണ് ആ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ? അതും നമുക്കറിയാം. ബത്ശബ എന്നൊരു സ്ത്രീയെ കാണുമ്പം തന്റെ നിലമറന്ന് ആ സ്ത്രീയെ തന്റെ കൊട്ടാരത്തിൽ വിളിപ്പിച്ച് അവളുമായി തെറ്റു ചെയ്യുകയാണ്. ഈ വന്നുപോയ തെറ്റിന്റെ മാച്ചുകളഞ്ഞിട്ടും മായാത്തൊരു പാടുപോലെ ബത്ശബയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരുമ്പം ഈ കുഞ്ഞിന്റെ പിതൃത്വം ഇവളുടെ ഭർത്താവ് ഊറിയായുടെ മേൽ കെട്ടിയേൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് ആ ശ്രമം പരാജയപ്പെടുമ്പം
ഊറിയായെ കൊല്ലാൻ കൂട്ടുനിൽക്കുകയാണ്. ഈ ദാവീദ് കൊലപാതകം ചെയ്തവൻ, വ്യഭിചാരം ചെയ്തവൻ, 5-ാം പ്രമാണം ലംഘിച്ചവൻ, 6-ാം പ്രമാണം ലംഘിച്ചവൻ. സഹോദരങ്ങളെ, ഈ മാരകമായ തെറ്റുകൾ ജീവിതത്തിൽ വന്നിട്ടും ഇതൊന്നും സംഭവിക്കാത്ത പോലെ ഈ ദാവീദ് നടക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവർക്ക് മുൻപിൽ മിടുക്കനായി നിൽക്കും, മിടുക്കനായിട്ട് നടക്കും. ഈ തെറ്റുകളൊന്നും എനിക്ക് വന്നിട്ടില്ല. ബത്ശബയുടെ ജീവിതം നശിച്ചെങ്കിൽ എനിക്കതിലൊരു പങ്കുമില്ല. ഊറിയ മരിച്ചു വീണെങ്കിൽ അതിലും എനിക്കൊരു പങ്കുമില്ല. ഇങ്ങനെയൊക്കെ അഭിനയിച്ചു നടക്കുന്ന ഒരു ദാവീദുണ്ട്. ഈ ദാവീദാണ് ഏറ്റുപറയുക, എന്റെ പാപം ഞാൻ മറച്ചു വെച്ചു കഴിഞ്ഞപ്പം, എന്റെ പാപം ഞാൻ മൂടി വെച്ച് ജീവിച്ചപ്പം ദിവസം മുഴുവനും കരഞ്ഞു കരഞ്ഞ് എന്റെ ശക്തി ക്ഷയിച്ചു പോയിക്കൊണ്ടിരുന്നു. വേനൽക്കാലത്തെ ചൂടിലെന്നതുപോലെ എന്റെ ശരീരം ഉണങ്ങി വരണ്ടു പോയിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എത്ര ഇത് മറച്ചു വെച്ചാലും, ഞാൻ എത്ര ഇത് ഒളിപ്പിച്ചാലും, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ദൈവത്തിന്റെ കരം എന്നെ പിടികൂടുമല്ലോ എന്ന ചിന്ത എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഉറങ്ങാൻ ഒക്കുന്നില്ല. ഞാൻ എത്ര ഒളിപ്പിച്ചാലും മറ്റുള്ളവർക്ക് മുമ്പിൽ എന്റെ വീഴ്ച എനിക്ക് ഒളിപ്പിക്കാനൊക്കും, എന്റെ ദൈവത്തിന്റെ മുമ്പിൽ എനിക്കത് പറ്റില്ലല്ലോ. ദൈവത്തിന്റെ കരം ഇന്നല്ലെങ്കിൽ നാളെ എന്നെ പിടികൂടുമല്ലോ എന്ന ചിന്ത അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇനി അടുത്ത പടി ദാവീദ് പറയുന്നു, ഈ ഒളിച്ചുകളി ഞാൻ അവസാനിപ്പിച്ചു. ജീവിതത്തിൽ എനിക്ക് വന്ന തെറ്റുകളും എന്റെ വീഴ്ചകളും ഞാൻ ദൈവത്തിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞു. അവിടുന്നെല്ലാം എന്നോട് ക്ഷമിച്ചു. ഓ ദൈവമേ, എത്രയോ വലിയൊരു സ്വസ്ഥതയും സമാധാനവും ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നു. അവിടുന്ന് എന്റെ തെറ്റുകളെല്ലാം ഏറ്റെടുത്തല്ലോ. ആ ഒരു ആശ്വാസവും ആ ഒരു സ്വസ്ഥതയും എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നു.